ഈ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരുടെയും ചരിത്രം ജനനം, മരണം എന്നീ 2 വാക്കുകൾക്കുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഒരേ ഒരു വ്യക്തിയുടെ ചരിത്രം മാത്രം ഈ 2 പദങ്ങൾക്കുള്ളിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുകയില്ല. സാക്ഷാൽ ദൈവവും മാനവകുലത്തിൻ്റെ രക്ഷകനുമായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന സാക്ഷാൽ യേശു ക്രിസ്തു. അവൻ്റെ ചരിത്രത്തെ ജനനം, മരണം എന്നീ വാക്കുകൾക്കിടയിൽ ഒതുക്കുവാനായിട്ട് കഴിയുകയില്ല. അവൻ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ശിക്ഷ പകരമായി അനുഭവിച്ച് മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ജനനം, മരണം, പുനരുദ്ധാനം എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർക്കാതെ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം പൂർത്തീകരിക്കുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു നിസ്തുല്യനാണ്. എന്തുകൊണ്ട് നിസ്തുല്യനാണ് എന്നാൽ സകലർക്കും അവൻ സൃഷ്ടിതാവാകയാൽ സകല മനുഷ്യരുടെയും അപകടാവസ്ഥ തിരിച്ചറിഞ്ഞ് സകല മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി വലിയൊരു രക്ഷാദൗത്യവുമായി വന്ന് പിറന്നവനാകയാൽ സർവ്വലോകത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിച്ച് കുരിശിൽ മരിച്ചുയർത്തെഴുന്നേറ്റവനാകയാൽ അവൻ നിസ്തുല്യനാണ്.